ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് 21ാമത്തെ ദശകം നമ്മളങ്ങനെ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ സൃഷ്ടിയിലെ അത്യത്ഭുതകരങ്ങളായിട്ടുള്ള നവവർഷങ്ങളെയും സപ്തദ്വീപുകളെയും കുറിച്ചുള്ള വർണ്ണന, അതിലൊക്കെ ഭഗവാന്റെ ഉപാസന പ്രകാര വർണ്ണനം ഒക്കെ വളരെ മനോഹരമായിട്ട്, എന്നാൽ ഓരോ ശ്ലോകത്തിലും ചുരുക്കി ചുരുക്കി തന്നെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്കായിക്കൊണ്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ആദ്യം ഭൂമണ്ഡലത്തെക്കുറിച്ച് വർണ്ണിച്ചു. അതിൽ 7 ദ്വീപുകളും 9 വർഷങ്ങളും കുടികൊള്ളുന്നത് പറഞ്ഞു. അതിൽ ജംബൂദ്വീപിൽ കുടികൊള്ളുന്ന 9 വർഷങ്ങൾ ആണ് ആദ്യം പറഞ്ഞത്. ഇളാവൃതം എന്ന് പറയുന്ന വർഷത്തിൽ സംഘർഷണൻ എന്ന പേരിൽ സംഘർഷണ ഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ പാർവതീദേവി മുഖ്യയായിട്ടുള്ള വനിതകൾ മാത്രം വസിക്കുന്ന ആ ഒരു സ്ത്രീ ജനങ്ങളുടെ വർഷത്തിൽ സാക്ഷാൽ പരമശിവൻ തന്നെ അങ്ങയെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഭദ്രാശ്വം എന്ന് പറയുന്ന വർഷത്തിൽ ഹയഗ്രീവമൂർത്തിയായി വാഴുന്ന അവിടുത്തെ ഭദ്രശ്രവസ്സുകൾ തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഹരിവർഷം എന്ന് പറയുന്ന വർഷത്തിൽ നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ മുഖ്യ ഉപാസകനായി അവിടെ കുടികൊള്ളുന്നത് ഭക്തപ്രഹ്ലാദനാണ് എന്ന് പറഞ്ഞു. കേതുമാലം എന്ന് പറയുന്ന വർഷത്തിൽ പ്രദ്യുമ്നമൂർത്തിയായി വാഴുന്ന അവിടുത്തെ സാക്ഷാൽ ശ്രീ ഭഗവതി തന്നെയാണ് ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്. രമ്യകം എന്ന് പറയുന്ന വർഷത്തിൽ മത്സ്യമൂർത്തിയായി കുടികൊള്ളുന്ന അവിടുത്തെ വൈവസ്വതമനു ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഹിരൺമയ വർഷത്തിൽ കൂർമ്മരൂപമായിരിക്കുന്ന അവിടുത്തെ അര്യമാവ് ഉപാസിക്കുമ്പോൾ ഉത്തരഗുരു എന്ന് പറയുന്ന വർഷത്തിൽ വരാഹമൂർത്തിയായിരിക്കുന്ന അവിടുത്തെ പ്രിയതമയായിട്ടുള്ള ഭൂമിദേവി തന്നെയാണ് മുഖ്യ ഉപാസകയായി വർത്തിക്കുന്നത്. കിംപുരുഷം എന്ന് പറയുന്ന വർഷത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയായി വാഴുന്ന അവിടുത്തെ ഹനുമൽ സ്വാമി തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. 9ാമത്തെ വർഷമായ ഭാരതവർഷത്തിൽ നരനാരായണന്മാരായി കുടികൊള്ളുന്ന അവിടുത്തെ ശ്രീ നാരദ മഹർഷിയും മറ്റ് ഉത്തമ ഭക്തന്മാരാലും ഉപാസിക്കപ്പെടുന്നു അവിടുന്ന്. ഇങ്ങനെ ജംബൂദ്വീപിലെ 9 വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 6 ദ്വീപുകൾ, പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപത്തിലും കുശദ്വീപിൽ അഗ്നിയായിട്ടും ശാൽമലം എന്ന് പറയുന്ന ദ്വീപിൽ ചന്ദ്രരൂപിയായിട്ടും ക്രൗഞ്ചം എന്ന് പറയുന്ന ദ്വീപിൽ
ജലരൂപിയായിട്ടും ശാഖദ്വീപിൽ വായുസ്വരൂപമായിട്ടും പുഷ്കരദ്വീപിൽ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായും കുടികൊള്ളുന്ന ഭഗവാനെ, അവിടുത്തെ ആ വിവിധ ഭാവങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. അതിനുശേഷം നഭോമണ്ഡലത്തെ വർണ്ണിച്ചു. അതിനുശേഷം പാതാള മണ്ഡലത്തിൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന അവിടുത്തെ വർണ്ണിച്ചു. ഇങ്ങനെ അങ്ങയുടെ അത്യത്ഭുതകരങ്ങളായ സൃഷ്ടികളും, എന്നാൽ എല്ലായിടത്തും, അത് ദ്വീപിലായാലും വർഷങ്ങളിലായാലും സാക്ഷാൽ പാതാളത്തിൽ പോലും അവിടുന്ന് ആദിശേഷമൂർത്തിയായി കുടികൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യം എല്ലായിടവും സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഉപാസിക്കാം എന്നുകൂടി നമുക്ക് പറഞ്ഞു തരുന്നു. അതിന് ഒരു പ്രത്യേക ഇടം ആവശ്യമില്ല. കാരണം അവിടുന്ന് സർവ്വവ്യാപിയാണ്. സാക്ഷാൽ പാതാളത്തിൽ പോലും അവിടുന്ന് കുടികൊള്ളുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഏത് കോണിലാണ് അവിടുന്ന് ഇല്ലാത്തത്? ഏത് മൺതരിയിലാണ് അവിടുന്ന് ഇല്ലാത്തത്? എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ, സർവ്വതിനും സാക്ഷിയായി വിലസുന്ന ഭഗവാനെ, സർവത്തിനോടും സുഹൃദ്ഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ, സർവ്വതിലും അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാനെ, അവിടുന്ന് പറയിപ്പിച്ച ഓരോ വാക്കും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. എല്ലാം അവിടുത്തെ ലീല, അവിടുത്തെ കൃപാകടാക്ഷം ഭഗവാനെ. ഒന്നും ഈയുള്ളവളുടെ കഴിവല്ല, അവിടുന്ന് പറയിപ്പിച്ചത് മാത്രമാണ് ഭഗവാനെ. അവിടുത്തെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് ഭഗവാനെ ഈയുള്ളവൾ. ഇന്ന് ഈ സത്സംഗത്തിൽ ഭഗവാനെ ആ ഒരു ദശകം, 21ാമത്തെ ദശകം വായിച്ച് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി. ഹരേ കൃഷ്ണ. ദശകം 21 ഭഗവത് ഉപാസനാപ്രകാര വർണ്ണനം. സപ്തദ്വീപുകളും നവവർഷങ്ങളും. മധ്യോദ്ഭവേ ഭുവൈളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഓം നമോ നാരായണായ. ഭദ്രാശ്വനാമ കൈളാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിः പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. ഓം നമോ നാരായണായ. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈः പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഓം നമോ നാരായണായ. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഓം നമോ നാരായണായ. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഓം നമോ നാരായണായ. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരിചിന്മയാത്മൻ. ഓം നമോ നാരായണായ. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ
സംസേവിതോ महितमन्त्रनुतिप्रभेदै दंष्ट्राग्रहृष्टघनपृष्ठगरिष्ठवर्ष्मा त्वं पाहि विज्ञनुतयज्ञवराहमूर्ते। ॐ नमो नारायणाय। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। यां यां दिशं भजति किं पुरुषाख्यवर्षे संसेवितो हनुमता दृढभक्तिभाजा सीताभिराम परमाद्भुतरूपशाली रामात्मकः परिलसन् परिपाहि विष्णो। ॐ नमो नारायणाय। श्रीनारदेन सह भारतखण्डमुख्यैस्त्वं साङ्ख्ययोगनुदिभिः समुपास्यमान आकल्पकालमिह साधुजनाभिरक्षी नारायणो नरसखः परिपाहि भूमन्। ॐ नमो नारायणाय। प्लाक्षेर्करूपमयि शाल्मल इन्दुरूपं द्वीपे भजन्ति कुशनामनिव निरूपं क्रौञ्जेम्बुरूपमथ वायुमयं च शाके त्वां ब्रह्मरूपमयि पुष्करनाम्नि लोका। ॐ नमो नारायणाय। सर्वैर्ध्रुवादिभिरुडुप्रकरैर्ग्रहैश्च पुच्छादिकेष्ववयवेष्वभिकल्प्यमानैः त्वं शिंशुमारवपुषा महतामुपास्य सन्ध्यासुरुन्धि नरकं मम सिन्धुशायिन्। ॐ नमो नारायणाय। पातालमूलभुवि शेषतनुं भवन्तं लोलैककुण्डलविराजिसहस्रशीर्षं नीलाम्बरं धृतहलं भुजगाङ्गनाभिः जुष्टं भजे हरगदान् गुरुगेहनाथा। ॐ नमो नारायणाय। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। दशकं 22 अजामिलोपाख्यानम्। अजामिलो नाम महीसुरः पुरा चरन् विभो धर्मपथान् गृहाश्रमी गुरोर्गिरा काननमेत्य दृष्टवान् सुधृष्टशीलां कुलडां मदाकुलां। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ 21ാമത്തെ ദശകവും സമർപ്പിച്ചിരിക്കുകയാണ്. 22ാമത്തെ ദശകം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ തുടങ്ങാമെന്ന് കരുതുന്നു. മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ അജാമിളോപാഖ്യാനത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം കൂടി വായിച്ചാണ് നിർത്തിയത്. കാരണം ആചാര്യന്മാർ പറയുന്നത് പോലെ ഒരു ശ്ലോകം വായിച്ച് ആ അവസാനം കൊണ്ട് നിർത്തരുത്. അടുത്ത ദശകത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഇപ്പം ഭാഗവതമാണെങ്കിൽ അടുത്ത അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം കൂടി വായിച്ച് നിർത്തണം. അഥവാ കാരണം നമ്മൾ അവിടെ അത് നിർത്തുകയല്ല, തുടർന്ന് വായിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്നൊരു അപേക്ഷയോടു കൂടിയാണ് ആ ഒരു അടുത്ത അധ്യായത്തിൽ അല്ലെങ്കിൽ ദശകത്തിലെ ഒരു ശ്ലോകം കൂടി വായിച്ച് നമ്മൾ നിർത്തുന്നത്. കഴിയുന്നതും അങ്ങനെ തന്നെ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. ജ്ഞാനികളായ ആചാര്യന്മാർ പറയുന്നതിനെ നമുക്ക് ധിക്കരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സതുദ്ദേശത്തോടുകൂടി പറഞ്ഞു തരുന്ന ഇത്തരം ഉപദേശങ്ങളെ നമുക്ക് ശിരസ വഹിക്കാവുന്നതാണ്. ഭഗവാന്റെ പാദങ്ങളിലെല്ലാം സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.